എന്തായാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ വന്നിട്ടുള്ള എല്ലാവരെയും ഹാർദവമായിട്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഭൂരിഭാഗം ആളുകളും ഒരുപക്ഷെ പ്രവാസികളായിരിക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന ആളുകളാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഗൾഫിലുള്ള ആളുകൾ. അപ്പോൾ ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണ് എന്ന് അറിയാൻ വന്നിട്ടുള്ള നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമാവില്ല. ആ പ്രവാസ ലോകത്തിരുന്ന് നിങ്ങൾക്ക് ഒരുപക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഭൂരിഭാഗം ആളുകളും ഒരുപക്ഷേ ഫാമിലിയോടൊപ്പം നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. നല്ല രീതിയിൽ ഇവിടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി സെർച്ച് ചെയ്യുന്ന ആളുകളായിരിക്കും ഭൂരിഭാഗം ആളുകൾ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നന്നായി പഠിക്കാൻ തയ്യാറാവുക. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. ആ ചുരുങ്ങിയ സമയം വെറും 25 മിനിറ്റ് മാത്രമേ ഞാനുള്ളൂ. അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമാവുന്ന ഒരുപാട് കാര്യങ്ങൾ എന്നിലൂടെ ലഭിക്കുന്നുണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു സ്ക്രീൻ ഷെയറിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു പ്രസന്റേഷൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും അവസരങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ ആളുകൾക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഓരോരുത്തരും അവരുടെ മനസ്സോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഞാൻ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം ആളുകൾക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഒരുപാട് കടബാധ്യതകളൊക്കെ ഉള്ള ആളുകളായിരിക്കാം. അങ്ങനെ കടബാധ്യതയുള്ള ആളുകളാണ്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ആർക്കൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇനി നിങ്ങൾ ഇന്ന് ഈ അഭിമുഖീകരിക്കുന്ന പ്രോബ്ലങ്ങൾ ഏറ്റവും വലിയ പ്രോബ്ലങ്ങളായിരിക്കാം നിങ്ങളെ ഈ ഒരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ. അതായത് കടബാധ്യത. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ലാബിലിറ്റീസ് നിങ്ങൾ ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം. ഒരു ലോങ് ടേം അല്ല, അതായത് ഒരു ഷോർട്ട് ടൈം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലാബിലിറ്റി ക്ലിയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നല്ലൊരു വീട്. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു വീട് നമുക്ക് ഉണ്ടാവണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഭൂരിഭാഗം ആളുകൾ വീട് വെച്ചിട്ടുണ്ടാവാം. പക്ഷെ ആ വീട്ടില് ഒരുപാട് ആളുകൾ ഉണ്ടാവാം. എങ്ങനെ? ഇതിന്റെ ഉത്തരവാദിത്തത്തിന് വേണ്ടിയിട്ട് ICICI ബാങ്ക്, HDFC ബാങ്ക്, സഹകരണ ബാങ്ക്, അങ്ങനെ പല ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തിട്ടാണ് നിങ്ങൾ വീട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മറ്റാരുടെയോ വീടാണ്. പക്ഷെ സ്വന്തമായിട്ട് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു വീട് നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹം, ഒരു ബാധ്യതയില്ലാത്ത ഒരു വീടിന് ഒരു ഒരു ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ എല്ലാവർക്കും ആഗ്രഹമാണ് നല്ലൊരു കാർ എടുക്കുക എന്നുള്ളത്. പക്ഷെ ഒരു ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു കാറിലേക്ക് ഒരു പക്ഷേ എത്താൻ നമുക്ക് കഴിയുന്നുണ്ടാവില്ല. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒരു പക്ഷേ വലിയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ് നമുക്ക് എടുക്കാൻ ഒരു പക്ഷേ നമ്മുടെ സ്വപ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടാവില്ല. അങ്ങനെ നല്ലൊരു കാറ് നമുക്ക് വാങ്ങണം ആഗ്രഹം ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിലവിൽ നിങ്ങൾക്കൊരു കാർ ഉണ്ട്, അത് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അവരാഗ്രഹിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റണം. അതേപോലെ തന്നെ വിവാഹപ്രായമാകുന്ന സമയത്ത് മാന്യമായിട്ട് അവരുടെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളത് എല്ലാ ഫാമിലിയുടെയും ഒരു ആഗ്രഹം തന്നെയാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഇവിടെ നമ്മളെ കുട്ടികളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നതാണ് യാത്ര പോകുക എന്നുള്ളത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഫാമിലിയുമായിട്ട് യാത്ര പോകാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ യാത്ര പോകാൻ, അതായത് ഫാമിലിയുമായിട്ട് യാത്ര പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ഇന്ത്യ എന്നുള്ളതല്ല, വിദേശ രാജ്യങ്ങളിൽ പോലും നമുക്ക് യാത്ര പോകാൻ, അതായത് ടൂർ പോകുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുള്ള കാര്യമാണ്. പല ആളുകൾ ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അവിടെ നമ്മൾ ജോലിക്ക് പോയതാണെങ്കിൽ ഫാമിലിയോടൊപ്പം നമുക്കൊരു ടൂർ പോകാൻ ആഗ്രഹമുണ്ടാകും പല രാജ്യങ്ങളിലും. അതിന് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി സഹായിക്കുന്നുണ്ടാവും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അതേപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. സമൂഹത്തിൽ അറിയപ്പെടാൻ എല്ലാവർക്കും ആഗ്രഹമാണ്. എന്റെ പേര് ഒരു സമൂഹത്തിൽ വലിയ രീതിയിൽ എല്ലാവരും അറിയും എന്നുള്ള ഒരു അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, അങ്ങനെയും ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ സഹായിക്കുന്നുണ്ടാവും. ഇതിനെല്ലാം എന്താണ് ഒരു സൊല്യൂഷൻ എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. എന്താണ് ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ? ഒരേ ഒരു സൊല്യൂഷൻ മാത്രമാണ്. നിങ്ങളിപ്പോൾ ഗൾഫിൽ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാട്ടിൽ ജോലി ഇല്ലാഞ്ഞിട്ടല്ലേ ഗൾഫിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്കൊരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ കഴിയും? അതായിരിക്കും നമ്മൾ എല്ലാവരും ചിന്തിക്കുക. നമ്മൾ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് പോകണം. അതായത് ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം നമുക്ക് വേണം. പക്ഷെ എങ്ങനെ? നിങ്ങളിപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം.
ഗവൺമെന്റ് ഓർ പ്രൈവറ്റ് സെക്ടർ, രണ്ട് രീതിയിലായിരിക്കാം. അതല്ലെങ്കിൽ ഗൾഫ് മേഖലകളിൽ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം. പക്ഷെ നിങ്ങൾ നാട്ടിൽ നിങ്ങളുടെ ക്ലോസ് ഇന്നർ സർക്കിളിലുള്ള നല്ല വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ, നല്ല വീട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ, അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊടുക്കുന്ന ആളുകൾ, ഇതെല്ലാം നമ്മൾ നോക്കിക്കാണുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ള ആളുകളായിരിക്കും. ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ള ആളുകളെല്ലാം തന്നെ ഒരു ബിസിനസ്സുകാരായിരിക്കും, ഒരിക്കലും അവർ ജോലിക്കാരായിരിക്കില്ല. ആ ജോലിക്കാരാണെങ്കിൽ തീർച്ചയായും അവരുടെ ലൈഫ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്, ഒരേ ലെവലിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അവർക്ക് ഒരിക്കലും അപ്ഗ്രേഡ് ഉണ്ടാവില്ല എന്നുള്ളതാണ്, ഉയർച്ച അവർക്ക് ഉണ്ടാവില്ല. ജീവിച്ചു പോകാം എന്നുള്ളതാണ് ഒരു ജോലിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്. പക്ഷെ ഒരു ബിസിനസ്സുകാരായിരിക്കും സമൂഹത്തിൽ നല്ല രീതിയിൽ ഫിനാൻഷ്യലി ഫ്രീഡം ഒക്കെ ആസ്വദിച്ച് അവരെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നവരായിട്ട് മാറുന്നുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരുപാട് ആളുകളെ നിങ്ങളുടെ ക്ലോസ് ഇന്നർ സർക്കിളിൽ തന്നെ നോക്കിയാൽ മനസ്സിലാകുന്നുണ്ടാവും. സോ അങ്ങനെയെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, എങ്ങനെയുള്ള ഒരു ബിസിനസ് ആയിരിക്കും വിജയിക്കുക എന്നുള്ളതായിരിക്കും ഭൂരിഭാഗം ആളുകൾ ചിന്തിക്കുക. പക്ഷെ നിങ്ങൾ വിജയിച്ച ബിസിനസ്സുകാരെ മൊത്തം നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ആ ഒരു ബിസിനസ്സിന് ഒരു പ്രത്യേകത ഉണ്ടാവും. ആ ഒരു കാലഘട്ടത്തിൽ ആ സമൂഹം ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കണം ബിസിനസ്. ആ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പ് ആവുന്നുണ്ടാവും. ഉദാഹരണത്തിന് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. നമ്മുടെ കോവിഡ് വന്ന സമയത്ത് ഒരുപാട് ബിസിനസ്സുകാർ പൊട്ടിപ്പാളീസായി പോയിട്ടുണ്ട്. വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്ത ആളുകളൊക്കെ തന്നെ ആ ബിസിനസ് നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്ത ആളുകളുണ്ട്. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ അതൊരു അവസരമായി കണ്ടുകൊണ്ട് നല്ല രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്ത ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അതായത് സ്വിഗ്ഗി, സൊമാറ്റോ പോലെയുള്ള ആപ്ലിക്കേഷൻ വന്നു മൊബൈൽ ഫോണിൽ. ലോക്ക്ഡൌൺ ആയ സമയത്ത് വീട്ടിൽ നിന്നും പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത സമയത്ത് വീടുകളിലേക്ക് ഭക്ഷണം എത്തി. അതേപോലെ തന്നെ സിനിമ വ്യവസായ കേന്ദ്രങ്ങൾ OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസിംഗ് കേന്ദ്രങ്ങളാക്കി മാറ്റി നമ്മുടെ വീടുകളെല്ലാം തന്നെ. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം മുഖേന നമ്മളെല്ലാവരും റിലീസിംഗ് കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ വീടുകളെ മാറ്റി. സിനിമകളെല്ലാം റിലീസ് ചെയ്യുന്നത് OTT പ്ലാറ്റ്ഫോമിലേക്കായി. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ സൂം എന്ന ആപ്ലിക്കേഷൻ 2008 നിർമ്മിച്ചതാണ്. എറിക് യുവാൻ അതിന്റെ ഓണറാണ്. പക്ഷെ 2020 ആകുമ്പോൾ അദ്ദേഹം കോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് വന്നു, ശതകോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് എറിക് യുവാൻ വന്നു. കാരണം സൂം എന്ന ആപ്ലിക്കേഷനിലൂടെ ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വന്നു കഴിഞ്ഞു. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു സൂം പ്ലാറ്റ്ഫോം. സോ അത് തന്നെ ആ ഒരു സമൂഹം ആ ഒരു കാലഘട്ടത്തിൽ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനാണ്. എന്നതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഈ ബിസിനസ്സിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടാകും. എന്നാൽ ഇന്നത്തെ സമൂഹം അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം എന്താണ്? ഒന്ന് ആരോഗ്യ പ്രശ്നമാണ്, രണ്ടാമത് സാമ്പത്തിക പ്രശ്നമാണ്. ഈ രണ്ട് പ്രോബ്ലങ്ങൾക്കും ഒരു സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമുക്കും വരുമാനം ഉണ്ടാക്കാം. സോ അങ്ങനെയെങ്കിൽ ഈ രണ്ട് പ്രോബ്ലങ്ങൾക്കും സൊല്യൂഷൻ കൊടുത്തുകൊണ്ട് ഇന്ന് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അത് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വലിയ രീതിയിൽ മാറ്റം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നമ്മൾ ഈ ഒരു കമ്പനിയെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. 2014 കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സ്വന്തമായി ഹെഡ് ക്വാർട്ടേഴ്സിൽ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനി. ഇൻഡസ് വിവ കമ്പനി എന്താണ് നമുക്ക് ഇവിടെ തരുന്നത്? എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് തരുന്നത്? തീർച്ചയായിട്ടും ഇൻഡസ് വിവ തരുന്നത് ആദ്യമായിട്ട് ആരോഗ്യത്തിനുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ്. നമ്മുടെ സമൂഹം ഇന്ന് ഫേസ് ചെയ്യുന്ന പ്രശ്നം ജീവിതശൈലി രോഗങ്ങളാണ്. ഗൾഫ് രാജ്യങ്ങളിലുള്ള ഭൂരിഭാഗം ആളുകളും അഭിമുഖീകരിക്കുന്നത് അവരുടെ ആരോഗ്യം പോലും നോക്കാതെയാണ് ഭൂരിഭാഗം ആളുകളും വർക്ക് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ആ ആരോഗ്യത്തിനുള്ള സൊല്യൂഷനാണ് ഇവിടെ കമ്പനി നമുക്ക് തരുന്നത്. ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള വെൽനസ് സപ്ലിമെന്റുകൾ. എന്തുകൊണ്ടാണ് ജീവിതശൈലി രോഗങ്ങൾ വരുന്നത്? ഹോസ്പിറ്റലോ ഡോക്ടേഴ്സോ ഇല്ലാഞ്ഞിട്ടല്ല, ഡെഫിഷ്യൻസിയാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകാഹാരക്കുറവ് മൂലമാണ് ഭൂരിഭാഗം ആളുകൾക്കും ഇന്ന് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ലോകാരോഗ്യ സംഘടന കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, പൂർവികർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലൂടെയല്ല നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണം, അതേപോലെ തന്നെ വെള്ളം, നമ്മൾ ശ്വസിക്കുന്ന വായു, ഇതെല്ലാം തന്നെ മലിനമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകൾക്കും ജീവിതശൈലി രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരിലാണ് ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെയെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് ഈ കമ്പനി നമുക്ക് തരുന്ന പ്രോഡക്റ്റുകൾ? വെൽനസ് സപ്ലിമെന്റ്സുകളാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെൽനസ് സപ്ലിമെന്റുകളാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. 6 പ്രൊഡക്റ്റുകളാണ് കമ്പനി തരുന്നത്. ഈ 6 പ്രൊഡക്റ്റുകളുടെ പ്രത്യേകതകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അത് നമ്മുടെ ആരോഗ്യത്തിനുള്ള ഒരു സൊല്യൂഷനാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ആദ്യത്തെ പ്രൊഡക്റ്റ് ഐഡ്വൽ ഗമ്മീസ്. എന്താണ് ഐഡ്വൽ ഗമ്മീസിന്റെ പ്രത്യേകത? നമുക്ക് എല്ലാവർക്കും തന്നെ സ്ട്രെസ് കൂടുതലാണ്. ഫിനാൻഷ്യലി സ്ട്രെസ് ഉണ്ട്,
ജോലിയുടെ ഭാഗമായി സ്ട്രെസ് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മൈൻഡിന് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഓർമ്മശക്തി കുറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മൈൻഡ് ഗമ്മീസ് വരുന്നു. കണ്ണുകൾക്ക് പ്രശ്നം കൂടുതലാണ്. സ്ക്രീൻ ടൈം നമ്മൾ കൂടുതലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സ്ക്രീൻ കൂടുതലാണ്. ടി വി കാണുന്നു, അതേപോലെ തന്നെ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നു, മൊബൈൽ ഫോൺ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് കണ്ണുകൾക്ക് പ്രശ്നം വരാൻ സാധ്യത കൂടുതലാണ്. കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒപ്താഗമീസ്. നമ്മൾ നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണമെല്ലാം തന്നെ പെസ്റ്റിസൈഡ് ആണ്. അതേപോലെ തന്നെ ജങ്ക് ഫുഡാണ് കൂടുതലായിട്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കുടലിനും ലിവറിനും പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഗട്ട് ഗമ്മീസും ഹെപ്പറ്റോ ഗമ്മീസും ഉണ്ട്. അങ്ങനെ 4 പ്രധാനപ്പെട്ട അവയവങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വേരിയന്റ് ആയിട്ടുള്ള 4 ഗമ്മീസ് അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഐഡ്വൽ ഗമ്മീസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഇത് നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടാമത്തെ പ്രോഡക്റ്റിലേക്ക് പോകാം. ഇന്ന് കൂടുതൽ ആളുകളും നമ്മുടെ കോസ്മെറ്റിക് മേഖലയിൽ ശ്രദ്ധ ചെലുത്തുന്ന ആളുകളാണ്. സൗന്ദര്യത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആളുകളാണ്. സോ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അവയവത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് സ്കിന്നാണ്. ആ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉള്ളിലേക്ക് കഴിക്കുന്ന ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റ് ആണ് ഐഗ്ലോ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. കാശ്മീരി സാഫ്രോൺ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് 7 ലെയറുകളായിട്ട് നമ്മുടെ സ്കിന്നിനെ ഉള്ളിൽ നിന്നാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ, മുഖക്കുരു, കറുത്ത പാടുകൾ, ഇത്തരം പ്രോബ്ലങ്ങളെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഐഗ്ലോ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഇന്ന് ആവശ്യക്കാർ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് മൂന്നാമത്തെ പ്രോഡക്റ്റിലേക്ക് പോകാം. മൂന്നാമത്തെ പ്രോഡക്റ്റ് ഇന്ന് ഇന്ത്യ മഹാരാജ്യം അനുഭവിക്കുന്ന ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ വരാൻ കാരണം ഒന്ന് അമിതവണ്ണമാണ്. അമിതവണ്ണം എന്ന് പറയുന്ന സമയത്ത് 2030 ആകുമ്പോഴേക്ക് 4 പേര് കൂടി നിന്നാൽ അതിൽ ഒരാൾ അമിതവണ്ണം ഹൈ ഒബേസ് ആണെന്ന് പറഞ്ഞത്. അത്രയും അമിതവണ്ണമുള്ള ആളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെയെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രത്യേകത, അമിതവണ്ണം ഗ്രാജുവലി ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ടാവും. ഗ്രാജുവലി ആയിട്ട് കുറഞ്ഞ വണ്ണം തിരിച്ചു വരാതിരിക്കാൻ നമ്മുടെ മെറ്റബോളിസം ക്ലിയർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഐസിൻ പ്ലാറ്റമീസ്. രാത്രി ഭക്ഷണം ഒഴിവാക്കി രാത്രി ഭക്ഷണത്തിൽ നമുക്ക് കിട്ടേണ്ട എല്ലാ ന്യൂട്രിയൻസും കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ ആവശ്യമില്ലാത്ത കൊഴുപ്പിനെ കത്തിച്ച് കളയുന്നത്. ഇത്രയും അമേസിംഗ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഐസിൻ പ്ലാറ്റമീസ്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് നാലാമത്തെ പ്രോഡക്റ്റിലേക്ക് പോകാം. നാലാമത്തെ പ്രോഡക്റ്റ് ലേഡീസ് ഓൺലി ആണ്. 35 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾ, അവരുടെ ഹോർമോൺ ചേഞ്ചസ്, അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന PCOD, തൈറോയ്ഡ് പോലുള്ള പ്രശ്നങ്ങൾ, മൂഡ് സ്വിംഗ് വരുന്നുണ്ട്, എല്ലിന് ബലം കുറയുക, ജോയിന്റ് പെയിൻ, മസിൽ പെയിൻ, ഇങ്ങനെ ഒരുപാട് പ്രോബ്ലങ്ങൾ ലേഡീസ് അനുഭവിക്കുന്നുണ്ട്. ഒരിക്കലും അവർ ഒരു പക്ഷെ പുറത്തു പറയലുണ്ടാവില്ല. ഈ പ്രോബ്ലങ്ങൾ വരാതിരിക്കാൻ വന്ന ആളുകളിൽ ആ അസുഖങ്ങൾ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത് തടയാനും ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഐ കെയർ എന്നാണ് പ്രൊഡക്റ്റിന്റെ പേര്. മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് മഞ്ഞളിന്റെ കുർക്കുമിൻ എന്ന് പറയുന്ന എക്സ്ട്രാക്ട് ആണ്. അതേപോലെ തന്നെ കുന്തിരിക്കം, ജഡാമഞ്ചി, അങ്ങനെ നാച്ചുറൽ പാറ്റൻഡർ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് കൂടിയാണ് ഈ ഒരു പ്രോഡക്റ്റിലുള്ളത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് നാലാമത്തെ പ്രൊഡക്റ്റ് ആണ്. എന്നാൽ അഞ്ചാമത്തെ പ്രൊഡക്റ്റ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അഭിമുഖീകരിക്കാൻ, ഇന്ത്യയിൽ 2ാം സ്ഥാനത്താണ് ഡയബറ്റീസിന്റെ കാര്യത്തിൽ. ലോക ജനസംഖ്യ 2ാം സ്ഥാനത്താണ് ഇന്ത്യ ഈ ഡയബറ്റീസിന്റെ കാര്യത്തിൽ. ജനസംഖ്യയിൽ 1ാം സ്ഥാനത്താണ്, ഡയബറ്റീസിന്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്താണ്. പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ, പ്രീ ഡയബറ്റിക് ഒരുപാട് ആളുകൾ, 90% ആളുകൾക്കും ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ആലോചിക്കേണ്ട കാര്യം, വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വിട്ടു പോകാത്തൊരു അസുഖമാണ് ഡയബറ്റീസ്. ടാബ്ലറ്റും ഇൻസുലിനും ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ഷുഗർ മൂലം ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പല ആളുകൾക്കും അതിന്റെ എഫക്റ്റ് ആയിട്ട് കിഡ്നിക്ക് പ്രശ്നങ്ങൾ വരുന്നു, കാലിന് തരിപ്പ്, കൈക്ക് തരിപ്പ്, ലിവറിന് പ്രശ്നങ്ങൾ വരുന്നു. ഇങ്ങനെ നെർവസ് സിസ്റ്റം വരെ കംപ്ലീറ്റ് തകരാറിലാക്കുന്ന ഒരു അസുഖമാണ് ഡയബറ്റീസ്. ഇതിന് നാച്ചുറൽ ആയിട്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഏകനായകവും നൈക്കുണ്ണപ്പെരിപ്പിന്റെ എക്സ്ട്രാക്റ്റഡ് ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇവിടെ ഐകോഫി എന്ന് പറയുന്നത്. ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും വരാൻ സാധ്യതയുള്ള ആളുകൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാകും. അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഐകോഫി. വളരെ ടേസ്റ്റിയാണ്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് ഇൻഡോസുവ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് കൂടെ പരിചയപ്പെടാം. ആറാമത്തെ പ്രോഡക്റ്റിന്റെ പേര് ഐപ്പൾസ് എന്നാണ്. നമ്മൾ പേടിക്കുന്ന ഒരു അസുഖമുണ്ട്, ക്യാൻസർ. അതേപോലെ തന്നെ ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ഹാർട്ട് അറ്റാക്ക്. ചെറുപ്പക്കാരിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. എക്സസൈസ് ചെയ്യുന്ന ആളുകളിൽ വരുന്നുണ്ട്. ജിമ്മിന് പോകുന്ന ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നു. അപ്പോൾ ആരോഗ്യത്തിലല്ല അതിന്റെ പ്രശ്നം വരുന്നത്, അവർ എക്സസൈസ് ചെയ്യാതിട്ടല്ല. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ കാരണം നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ കിട്ടുന്നില്ല, പോഷകാഹാരം കിട്ടുന്നില്ല. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ലോകോത്തര നിലവാരമുള്ള 15 ഫ്രൂട്ട്സിന്റെ ഒരു ബ്ലെൻഡ് ആണ് ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. അസൈബറി ഉൾപ്പെടെയുള്ള 5 ബെറി ഫ്രൂട്ട്സും 10 സീസൺ ഫ്രൂട്ട്സിന്റെയും ബ്ലെൻഡ്. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ ബ്ലഡിലെ കൊഴുപ്പിനെ അലിയിച്ചു കളയുന്നു. ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ ഇത് ഉപയോഗിക്കാം. ആന്റി ക്യാൻസർ സപ്പോർട്ടാണ്. അതേപോലെ വെരിക്കോസ് വെയിൻ, സോറിയാസിസ്, ഫിസ്റ്റുല, മൈഗ്രെയിൻ, തൈറോയ്ഡ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ നല്ല രീതിയിൽ സപ്പോർട്ട് നൽകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. വരാതിരിക്കാൻ നമുക്ക് ഉപയോഗിക്കാം. വന്ന ആളുകളിൽ അതിന്റെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഒരുപാട് ആളുകൾക്ക് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ്
ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ട്രെൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഐപ്പൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഈ 6 പ്രൊഡക്റ്റുകളും ഇന്ന് നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളതാണ്, നമുക്ക് ആവശ്യമായുള്ള പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണ് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നത്. ഇത് ആരോഗ്യത്തിനുള്ള ഒരു സൊല്യൂഷൻ ആണെങ്കിൽ ഇതിലൂടെ നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എങ്ങനെ നമുക്ക് ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാം? തീർച്ചയായിട്ടും ഇവിടെ 3 രീതിയിൽ നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാം. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ബിസിനസ്സിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് 3 രീതിയിൽ വരാം. ഒന്ന്, നിങ്ങളൊരു ഫിനാൻഷ്യലി നല്ല രീതിയിൽ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഫ്രീഡം ആസ്വദിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കസ്റ്റമർ ആയിട്ട് വരാം. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാകും. രണ്ടാമതായിട്ട് കമ്പനി പറയുന്ന ഒരു വിവ റീറ്റെയിലർ ആയിട്ട് നിങ്ങൾക്ക് മാറാം. റീറ്റെയിലർ ആയുള്ള ബെനിഫിറ്റ് എന്താണ്? റീറ്റെയിലറായ ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് ബെനിഫിറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് വിൽക്കാൻ കഴിയുന്നുണ്ടാകും. വിറ്റ് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന് 500 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് കമ്പനി തരാൻ തയ്യാറാണ്. ഡോർ ടു ഡോർ ഡെലിവറി അല്ല, പ്രൊഡക്റ്റ് കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾ ഓവർ ഇന്ത്യ കമ്പനി കൊറിയർ ചെയ്യുന്നുണ്ടാവും. അതിന് നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്താം. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഇങ്ങനെയുള്ള സമൂഹ മാധ്യമങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിലേക്ക്, വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ എവിടെയുണ്ടോ അവിടേക്ക് നമുക്ക് പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. സോ അത്രയും യുണീക്ക് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി റീറ്റെയിലർ ആയിട്ട് നിങ്ങൾക്ക് മാറാം. എന്നാൽ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ ആണ് ആവശ്യം. അതായത് നിങ്ങളുടെ ബാധ്യതകൾ നിങ്ങൾക്ക് തീർക്കണം, നല്ല വീട് വെക്കണം, നല്ലൊരു കാറ് വാങ്ങണം, അതേപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റണം, അവിടെ കല്യാണം നല്ല രീതിയിൽ മാന്യമായിട്ട് നമുക്ക് നടത്താൻ പറ്റണം. അങ്ങനെയുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നിലവിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയെ കൊണ്ട് അത് സാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇൻഡസ് യുവ കമ്പനിയുടെ ബിസിനസ് ഓണറായിട്ട് വരണം. ബിസിനസ് ഓണറായിട്ട് മാറിയാലുള്ള ബെനിഫിറ്റ് എന്താണ്? എങ്ങനെ നമുക്ക് ഇൻഡസ് യുവ കമ്പനിയുടെ ബിസിനസ് ഓണറായിട്ട് മാറാം? ഇതാണ് ഇനി പറയാൻ പോകുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ ബിസിനസ് ഓണർ ആവുക എന്ന് പറയുന്ന സമയത്ത് പല ആളുകളെയും മനസ്സിലേക്ക് വരുന്നത്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണല്ലോ, ഒരു ക്യാപിറ്റൽ നമുക്ക് വേണ്ടേ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാം. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഒരു ചെറിയൊരു കച്ചവടം നമ്മൾ തുടങ്ങണമെങ്കിൽ പോലും, ഉദാഹരണം ഒരു പെട്ടിക്കച്ചവടം തുടങ്ങണമെങ്കിൽ പോലും നമുക്ക് മിനിമം 1 ലക്ഷം രൂപ വേണം. 1 ലക്ഷം, അതല്ലെങ്കിൽ 5 ലക്ഷത്തിലേക്ക് പോകും, പിന്നീട് 10 ലക്ഷം പോകും, കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആണ് 50 ലക്ഷത്തിലേക്ക് പോകും, പിന്നീട് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ എങ്ങനെ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും, ഒരു ഓൺട്രപ്രണർ ആവാൻ പറ്റും എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതിലും നമുക്ക് കമ്പനി തരുന്നത് 3 വഴികളാണ്. ഒന്ന്, നിങ്ങൾക്കൊരു ലാർജ് സ്കെയിൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇന്ന് നമ്മുടെ ഫാമിലിക്കും, നമ്മുടെ സുഹൃത്തുക്കൾക്കും, നമ്മുടെ ബന്ധുക്കൾക്കും, നമ്മുടെ കൂടെ പഠിച്ച ആളുകൾക്കും, നമുക്ക് പരിചയമുള്ള ഒരുപാട് ആളുകൾക്ക് ഈ പ്രോഡക്റ്റുകൾ ആവശ്യമാണ്. അത്തരക്കാരായിട്ടുള്ള 36 ആളുകളിലേക്ക് ഈ പ്രോഡക്റ്റ് നിങ്ങൾ റീറ്റെയിൽ ചെയ്യാൻ തയ്യാറാണോ? നിങ്ങൾക്ക് ഇൻഡസ് യുവ കമ്പനിയുടെ VBO ആയിട്ട് മാറാം. ഇനി അതല്ല, 24 പ്രോഡക്റ്റ് നിങ്ങൾക്ക് റീറ്റെയിൽ ചെയ്യാൻ തയ്യാറാണോ? ഒരു മീഡിയം സ്കെയിലിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വെറും 12 പ്രോഡക്റ്റ് നിങ്ങൾ ഈ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് 6 കസ്റ്റമേഴ്സിലേക്കോ അല്ലെങ്കിൽ 12 കസ്റ്റമേഴ്സിലേക്കോ റീറ്റെയിൽ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻഡസ് യുവ കമ്പനിയുടെ VBO ആയിട്ട് മാറുന്നുണ്ടാകും. VBO ആയി മാറിയാലുള്ള ബെനിഫിറ്റ് ആണ്, ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അതിലുപരിയായിട്ട് നിങ്ങൾക്കൊരു പാസീവ് ഇൻകത്തിലേക്ക് കടക്കാം, ഒരു ഓൺട്രപ്രണർ ആയിട്ട് മാറാം, നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി നൽകാൻ പറ്റും. ഏതൊരു ബിസിനസ്സിനും ഫ്രാഞ്ചൈസി ബിസിനസ്സിലൂടെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഉദാഹരണം KFC ചിക്കൻ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഒരുപാട് ഫ്രാഞ്ചൈസി അവർ കൊടുക്കുന്നുണ്ട്. ആ ഫ്രാഞ്ചൈസിയിലൂടെ നടക്കുന്ന ബിസിനസിന്റെ ഭാഗമായിട്ടുള്ള മൂല്യത്തിലൂടെയാണ് അവർക്ക് വരുമാനം വരുന്നത്. നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നു. നമുക്ക് പരിചയമുള്ള, നാട്ടിൽ പരിചയമുള്ള KR ബേക്കറി ഒരുവിധം ആളുകൾക്കെല്ലാം പരിചയമുണ്ട്. അതിന്റെ ഓണർ അല്ലല്ലോ, അത് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണുന്നുണ്ട് KR ബേക്കറി. പല ജില്ലകളിൽ, പല സംസ്ഥാനങ്ങളിൽ KR ബേക്കറി നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതെല്ലാം അതിന്റെ ഓണർ അല്ല ചെയ്യുന്നത്, ഫ്രാഞ്ചൈസി കൊടുത്തതാണ്. അവിടെ നടക്കുന്ന കച്ചവടത്തിന്റെ ഒരു വീതം അവർക്ക് കിട്ടുന്നുണ്ടാകും, അതിന്റെ ഓണർക്ക്. സോ എന്നതുപോലെ തന്നെ ഇൻഡസ് യുവ കമ്പനിയുടെ VBO ആയിട്ട് മാറിയാൽ നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി കൊടുത്തുകൊണ്ട് മാക്സിമം പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടാവും. സോ അങ്ങനെയെങ്കിൽ ഒരു ഫ്രാഞ്ചൈസി ബിസിനസ്സിലൂടെ നമുക്ക് എങ്ങനെ വരുമാനം വരുന്നു എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. സ്വന്തമായിട്ട് നമ്മൾ പേഴ്സണൽ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ 500 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് കമ്പനി നമുക്ക് തരും. എന്നാൽ ഫ്രാഞ്ചൈസിയിലൂടെ നടക്കുന്ന ബിസിനസ് വോളിയത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രൊഡക്റ്റിന് 125 രൂപ കമ്പനി തരാൻ തയ്യാറാണ്. സോ അങ്ങനെയെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ ഫ്രാഞ്ചൈസി നൽകുന്ന സമയത്ത് 2 കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ കമ്പനി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. A കമ്മ്യൂണിറ്റി, B കമ്മ്യൂണിറ്റി എന്നിങ്ങനെ 2 കമ്മ്യൂണിറ്റി.
ഈ രണ്ട് കമ്മ്യൂണിറ്റിയിലൂടെ നടക്കുന്ന ഫ്രാഞ്ചൈസിയിലൂടെ നടക്കുന്ന ബിസിനസ് വോളിയത്തിന് ആനുപാതികമായിട്ട് കമ്പനി നമുക്ക് എങ്ങനെ വരുമാനം തരുന്നു എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും കമ്പനി ഇവിടെ ആഴ്ചയിലാണ് ബിസിനസ് ക്ലോസ് ചെയ്യുന്നത്. ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ബിസിനസ് നടക്കുന്നുണ്ടാവും. ചൊവ്വാഴ്ചയായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടാവും. മാസത്തിൽ 4 തവണ വരുമാനം തരാൻ കമ്പനി തയ്യാറാണ്. ടാർഗറ്റോ ടൈം ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ബിസിനസ് വോളിയം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ കമ്മ്യൂണിറ്റിയിലും വളരെ സ്മോൾ സ്കെയിൽ ഉപയോഗപ്പെടുത്തിയാൽ പോലും നിങ്ങൾക്ക് എങ്ങനെ വരുമാനം വരുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. കമ്മ്യൂണിറ്റിയിലും കമ്മ്യൂണിറ്റിയിലൂടെ 6 ഫ്രാഞ്ചൈസിയിലൂടെ നിങ്ങൾ ഏകദേശം 36 പ്രൊഡക്റ്റ് വീതമാണ് രണ്ട് കമ്മ്യൂണിറ്റികളിലായിട്ട് സെല് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് 900 ഗ്രൂപ്പ് വോളിയം മാച്ച് ചെയ്തുകൊണ്ട് 9,000 രൂപ വരുമാനമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, പിറ്റത്തെ ആഴ്ചയിൽ 1000 ഗ്രൂപ്പ് വോളിയത്തിന്റെ കച്ചവടം നടന്നാൽ 10,000 രൂപ ആഴ്ച വരുമാനം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടാവും. 1000 ഗ്രൂപ്പ് വോളിയം എന്ന് പറയുമ്പോൾ 40 പ്രൊഡക്റ്റിന്റെ കച്ചവടം കമ്മ്യൂണിറ്റിയിലും കമ്മ്യൂണിറ്റിയിലും നിങ്ങളുടെ ഫ്രാഞ്ചൈസിയിലൂടെ നടന്നാൽ മാത്രം മതി. എന്നാൽ 2000 ഗ്രൂപ്പ് വോളിയമാണ് രണ്ട് കമ്മ്യൂണിറ്റികളിൽ നടക്കുന്നതെങ്കിൽ 20,000 രൂപ വരുമാനം വരുന്നുണ്ടാകും. എന്നാൽ രണ്ട് കമ്മ്യൂണിറ്റികളിലും ഒരേ രൂപത്തിൽ ഫ്രാഞ്ചൈസികളിൽ ഒരേ രൂപത്തിൽ കച്ചവടം നടക്കണം നിർബന്ധമില്ല. കമ്മ്യൂണിറ്റിയിൽ 2000 ഗ്രൂപ്പ് വോളിയം വന്നു, കമ്മ്യൂണിറ്റിയിൽ ഉദാഹരണത്തിന് 2200 ഗ്രൂപ്പ് വോളിയമാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഏറ്റവും ചെറിയ ഗ്രൂപ്പ് വോളിയം ഏതാണോ അത് തമ്മിലാണ് മാച്ച് ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി 2000 ഗ്രൂപ്പ് വോളിയം, കമ്മ്യൂണിറ്റിയിൽ 2200 നിന്നും 2000 മാച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് 20,000 കമ്പനി അയച്ചു തരുന്നുണ്ടാകും. 200 ഗ്രൂപ്പ് വോളിയം നമുക്ക് നഷ്ടപ്പെടില്ല. അടുത്ത ആഴ്ചത്തേക്ക് കമ്പനി ക്യാരി ഫോർവേഡ് ആയിട്ട് കമ്മ്യൂണിറ്റിയിൽ മാറ്റി വെക്കുന്നുണ്ടാകും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, പിറ്റത്തെ ആഴ്ച നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ കമ്മ്യൂണിറ്റിയിൽ 2500 ഗ്രൂപ്പ് വോളിയം വന്നു. അവിടെ ഗ്രൂപ്പ് വോളിയം കൂടിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയിൽ 2000 ഗ്രൂപ്പ് വോളിയം മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ കഴിഞ്ഞ വീക്കിലെ 200 ഗ്രൂപ്പ് വോളിയം ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ടാകും. ആ 200 ഗ്രൂപ്പ് വോളിയം ആഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ചെറുത് 2200 ഗ്രൂപ്പ് വോളിയമാണ്. അത് തമ്മിൽ മാച്ച് ചെയ്തുകൊണ്ട് 22,000 നമ്മുടെ അക്കൗണ്ടിൽ കമ്പനി അയച്ചു തരും. അടുത്ത ആഴ്ചത്തെ ക്യാരി ഫോർവേഡ് ആക്കി 300 മാറ്റി വെച്ചിട്ടുണ്ടാകും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതിങ്ങനെ തുടർന്ന് പോകുന്നുണ്ടാകും. അങ്ങനെയെങ്കിൽ ഒരു പ്രത്യേക ആഴ്ചയിൽ നമുക്കൊരു 4000 ഗ്രൂപ്പ് വോളിയത്തിന്റെ കച്ചവടം നടക്കുന്ന സമയത്ത് കമ്പനി നമ്മുടെ അക്കൗണ്ടിലേക്ക് 40,000 രൂപ വരുമാനം തരുന്നുണ്ടാകും ആഴ്ചയിൽ. അത് 10,000 ഗ്രൂപ്പ് വോളിയത്തിലേക്ക് എത്തുന്ന സമയത്ത് 1,00,000 രൂപ നമ്മുടെ ആഴ്ച വരുമാനം വരും. പിന്നീട് നിങ്ങളുടെ ഈ ഒരു ഫ്രാഞ്ചൈസി നല്ല രീതിയിൽ ഡെവലപ്പ് ആകുന്ന സമയത്ത് ഒരു 25,000 ഗ്രൂപ്പ് വോളിയം രണ്ട് കമ്മ്യൂണിറ്റികളിലായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ആഴ്ചയിലെ വരുമാനം 2,50,000 വരെ കമ്പനി തരാൻ തയ്യാറാണ്. ഇനി അത് 40,000 ഗ്രൂപ്പ് വോളിയത്തിലേക്ക് വന്നാൽ പോലും നിങ്ങൾക്ക് 2,50,000 മാത്രമേ കമ്പനി തരികയുള്ളൂ. കാരണം അവിടെ ഒരു സീലിംഗ് ലിമിറ്റ് കമ്പനി വെച്ചിട്ടുണ്ട്. ആഴ്ചയിൽ 2,50,000, മാസം 10 ലക്ഷം രൂപ വരെ തരാൻ കമ്പനി തയ്യാറാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇങ്ങനെ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഫ്രാഞ്ചൈസി ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കണമോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. ഒരിക്കലുമില്ല. നിലവിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഫ്രാഞ്ചൈസിയിലൂടെ, അതായത് കമ്മ്യൂണിറ്റിയിലും കമ്മ്യൂണിറ്റിയിലും 100 ഫ്രാഞ്ചൈസിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, പുതുതായിട്ട് ഒരു ഫ്രാഞ്ചൈസി വന്നിട്ടില്ലെങ്കിൽ പോലും ആ ഫ്രാഞ്ചൈസിയിലൂടെ ഒരു പ്രൊഡക്റ്റ് മാസത്തിൽ സെല്ലായാൽ പോലും നിങ്ങളുടെ മാസ വരുമാനം 25,000 വരും. 200 ഫ്രാഞ്ചൈസികളിൽ രണ്ട് കമ്മ്യൂണിറ്റികളിലായിട്ട് 2 പ്രൊഡക്റ്റ് ആണ് റീറ്റെയിൽ ആവുന്നതെങ്കിൽ നിങ്ങൾക്ക് 1,00,000 രൂപ വരുമാനം വരുന്നുണ്ടാകും. സോ അങ്ങനെയെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നാളെ വരുന്ന ഒരു എമൗണ്ട് അല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ഈ ഒരു ബിസിനസ് 1000 ദിവസത്തേക്ക് ഒരു ടാർഗറ്റ് ആയിട്ട് നിങ്ങൾ വെക്കുകയാണെങ്കിൽ 1000 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 1000-ലധികം ഫ്രാഞ്ചൈസിയും കൊടുക്കാൻ സാധിക്കുന്നുണ്ടാവും. അങ്ങനെ ആ 1000 ഫ്രാഞ്ചൈസികളിലായിട്ട് 4 പ്രൊഡക്റ്റ് ഒരു മാസം വിൽപ്പന നടക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കമ്പനി അയച്ചു തരും. ഒരിക്കലും പുതുതായിട്ട് ഒരു ഫ്രാഞ്ചൈസി വന്നിട്ടില്ലെങ്കിൽ പോലും പ്രോഡക്റ്റ് റീറ്റെയിലിങ്ങിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം നടക്കുന്നുണ്ടാകും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇങ്ങനെ ഒരു 10 ലക്ഷം രൂപ മാസത്തിൽ കിട്ടണമെങ്കിൽ നമുക്ക് ഒരുപാട് റാങ്കുകൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്. അതിലെ മൂന്നാമത്തെ റാങ്ക് ആയിട്ടുള്ള ഇന്ന് ഈ ഒരു മീറ്റിംഗ് കേൾക്കുന്ന ആളുകൾക്കുള്ള ഒരു സ്പെഷ്യൽ ഓഫർ ആണ് കമ്പനി വെക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ പറയുന്ന ഒരു കാര്യം, 6 ആഴ്ച കൊണ്ട്, ഇന്ന് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഈ ആഴ്ച ഉൾപ്പെടെ 6 ആഴ്ച കൊണ്ട് നിങ്ങൾ സ്റ്റാർ 500 റാങ്ക് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു ഇന്റർനാഷണൽ ട്രിപ്പാണ് കമ്പനി നമുക്ക് തരുന്നത് തായ്ലാന്റിലേക്ക്. നിങ്ങൾക്ക് ഒരു 5 സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയാണ് കമ്പനി ഈ ട്രിപ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 40,000 രൂപ വരുമാനവും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. ഇതെങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളത് നിങ്ങളെ ഈ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയോട് നിങ്ങൾ ചോദിച്ചാൽ മതി. വളരെ കൃത്യമായിട്ട് അവർ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നുണ്ടാവും. അതല്ല നിങ്ങളൊരു 90 ദിവസത്തെ പ്ലാൻ, അതിനുശേഷം നിങ്ങൾക്ക് ഒരു 90 ദിവസത്തെ പ്ലാനാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തീർച്ചയായിട്ടും സ്റ്റാർ സമ്മിറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ടാവും. 1,00,000 രൂപ ടോട്ടൽ വരുമാനം വാങ്ങി സ്റ്റാർ 1000 റാങ്ക് അച്ചീവ് ചെയ്യുന്നുണ്ടാവും.
സോ അതേപോലെ തന്നെ ഒരു 180 ദിവസത്തെ പ്ലാനിങ് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ, ഈ ഒരു ചലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ടോട്ടൽ വരുമാനം 180 ദിവസം കൊണ്ട് 2,50,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടാവും. മാസം 60,000 രൂപ കിട്ടുന്ന, ഏകദേശം ആഴ്ചയിൽ 15,000 രൂപ വരുമാനം വാങ്ങുന്ന ഒരു ഒരു റൂബി എക്സിക്യൂട്ടീവ് ആയിട്ട് നിങ്ങൾ മാറാൻ പറ്റുന്നുണ്ടാവും. വളരെ പ്രൗഡായിട്ട് എനിക്ക് പറയാൻ പറ്റും, ഞാൻ ഇന്ന് റൂബി എക്സിക്യൂട്ടീവ് ആണ്. ആഴ്ച വരുമാനം 15,000 രൂപയ്ക്ക് അടുത്ത് എനിക്ക് വരുമാനം വരുന്നുണ്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇനി ഒരു 1000 ഡേയ്സ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1000 ദിവസത്തെ ഒരു ചാലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഫുൾഫിൽ ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ടാകും. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ ആ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാകും. ഒരു എക്സിക്യൂട്ടീവ് ഡയമണ്ട് എന്ന് പറയുന്ന റാങ്കിലേക്ക് നിങ്ങൾ വരുന്നുണ്ടാകും. 1 കോടി രൂപ ഈ റാങ്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാകും. അത് മാത്രമല്ല, നിങ്ങളുടെ കോ അപ്ലിക്കന്റ് ആരാണോ അവരുടെ അക്കൗണ്ടിലേക്ക് 50,000 രൂപ മാസം കമ്പനി തരുന്നുണ്ടാകും. ഇതിനുള്ളിൽ തന്നെ നിങ്ങൾ 10ഓളം ഇന്റർനാഷണൽ ട്രിപ്പുകൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. ഇത്തരം ആരോഗ്യവും അതേപോലെ തന്നെ സന്തോഷവും അതേപോലെ തന്നെ സമ്പത്തും നൽകുന്ന ഒരു മഹാ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ കേട്ടിട്ടുള്ളത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരേ ഒരു കാര്യം, ഈ ഒരു ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്തുകൊണ്ട് 2014 കമ്പനി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ 2016 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ടീം ജീവാനന്ദ്. ഈ നടുവിലെ ചിത്രത്തിൽ കാണുന്ന ജീവാനന്ദ് എന്ന് പറയുന്ന വ്യക്തിയുടെ കീഴിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 10ഓളം വ്യക്തികൾ ഇന്ന് 1 കോടി രൂപയ്ക്ക് മേലെ വരുമാനം ഉണ്ടാക്കി തെളിയിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷനും ഒരു കമ്പനിയുമാണ് ഇൻഡസ്വിവ എന്ന് പറയുന്ന കമ്പനി, ടീം ജീവാനന്ദ് എന്ന് പറയുന്ന ഓർഗനൈസേഷനും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതിൽ നിങ്ങൾക്ക് ഏതൊരു സാധാരണക്കാരനും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കാം എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. താഴെ നിങ്ങൾ കാണുന്ന മുഹമ്മദ് ആഷിഖ് എന്ന് പറയുന്ന വ്യക്തി, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായിട്ടുള്ള വ്യക്തി, ഇന്ന് ഈ ബിസിനസ്സിലൂടെ 1,50,00,000 രൂപയ്ക്ക് വരുമാനം വാങ്ങി. അങ്ങനെ വിവിധ മേഖലകളിൽ നിന്ന് ഒരു പ്രവാസിയായിട്ടുള്ള ഫവാസ് കോയ എന്ന് പറയുന്ന വ്യക്തി പ്രവാസ ലോകത്തെ ആ ബിസിനസ് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നാട്ടിൽ വന്ന് ഈ ബിസിനസ് ചെയ്തുകൊണ്ട് 1,50,00,000 മുകളിൽ വരുമാനം വാങ്ങിയിട്ടുള്ള വ്യക്തിയാണ്. അതേപോലെ തന്നെ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തുകൊണ്ട് ഒരു ട്രഡീഷണൽ ബിസിനസ് മാറ്റിവെച്ചുകൊണ്ട് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തുള്ള ശരത് ബാബു സാറും ഇന്ന് 1,50,00,000 മുകളിൽ വരുമാനം വാങ്ങി. അതേപോലെ തന്നെ ഒരു സെയിൽസ്മാൻ ആയിരിക്കെ ഒരു ഷോപ്പിൽ സെയിൽസ്മാൻ ആയി നിൽക്കുന്ന മുഹമ്മദ് ഉനൈസ്, തിരൂർ സ്വദേശിയായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹവും ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലൂടെ 2 കോടിക്കടുത്ത് വരുമാനം വാങ്ങിയിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ, ഇന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇന്ന് ടീം ജീവാനന്ദിൽ 1 കോടി മുകളിൽ വരുമാനം വാങ്ങിയപ്പോൾ ടോട്ടൽ ഇൻഡസ്വിവ എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയിൽ 87 ആളുകളുടെ അക്കൗണ്ടിലേക്കാണ് 1 കോടി രൂപയ്ക്ക് മേലെ വരുമാനം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. സോ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇൻഡസ്വിവ എന്ന് പറയുന്ന കമ്പനി. സോ ഇന്ന് ഈ ഒരു ബിസിനസ് കേൾക്കുന്ന ഈ ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഭൂരിഭാഗം ആളുകളും ഒരു പക്ഷേ ഇതിന് മുന്നേ ചിന്തിച്ചിട്ടുണ്ടാവും, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പോവുകയുള്ളൂ, എന്റെ പ്രോബ്ലങ്ങളെല്ലാം എന്റെ കൂടെ ഉണ്ടാകും, അത് എന്റെ ജീവിതാവസാനം വരെ എന്റെ പ്രോബ്ലങ്ങൾ എന്റെ കൂടെ ഉണ്ടാവും എന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ എല്ലാവരും. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നിങ്ങളുടെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ നിങ്ങളുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ KYC ഡോക്യുമെന്റ്സ് നിങ്ങളെ ഈ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തി കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാവുക. അതുപോലെ തന്നെ ഞാനിവിടെ പരിചയപ്പെടുത്തിയുള്ള പ്രോഡക്റ്റുകൾ ഇന്ന് സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്. ആ സൊല്യൂഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ആരോഗ്യവും നിങ്ങൾക്ക് സമ്പത്തും അതേപോലെ തന്നെ സന്തോഷവും നൽകുന്ന ഒരു മഹത്തായ ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് എന്നിലൂടെ നിങ്ങൾ പരിചയപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ എനിക്ക്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു ഫാമിലിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ശക്തമായൊരു തീരുമാനമെടുക്കുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ഇൻഡസ്വിവ. Goodbye. Okay, thank you.